തീവ്രവാദി ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്ന കാശ്മീരിൽ എങ്ങനെയായിരിക്കും ഇലക്ഷൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലെ ഇലക്ഷൻ എങ്ങനെ നടത്തും? ഇലക്ഷൻ നടത്താനുള്ള മെക്കാനിസമൊക്കെ കേന്ദ്ര സർക്കാർ ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശാനുസരണം ചെയ്യുന്നുണ്ട്. വലിയ തോതിൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായും നമ്മൾ നോക്കുന്നപ്പോൾ ഇലക്ഷൻ സെപ്റ്റംബർ 18 ഒക്ടോബർ 1 ഈ പീരീഡിലാണ് ഇലക്ഷൻ നടക്കുന്നത്. അതിനു മുമ്പേ തന്നെ ഈ തീവ്രവാദി ആക്രമണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ പലതവണ പറഞ്ഞാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന പാകിസ്ഥാൻ്റെ ഓപ്പറേഷനാണ് ഫാൽക്കൺ 50. ഓർക്കുന്നില്ലേ? അതെ. ഫാൽക്കൺ 50 എന്ന് പാകിസ്ഥാൻ പേരിട്ട് ഒരു ഓപ്പറേഷൻ ഇന്ത്യയിൽ നടത്തി. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി ഏറ്റവും ആധുനികമായ സന്നാഹങ്ങളുമായി 50 പാകിസ്ഥാനി റിട്ടയേർഡ് ആർമി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഒരു തീവ്രവാദി സംഘത്തെ ഇന്ത്യയിലേക്ക് കടത്തിവിട്ടു. പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി നടത്തിയതുകൊണ്ട് ഇലക്ഷനിൽ അവർക്ക് ഇടപെടാൻ പറ്റിയില്ല. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറാൻ വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് അമർനാഥിലേക്ക് പോകുന്ന ഒരു ബസ് അമർനാഥിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്നൊരു വാഹനം ആക്രമിച്ചിട്ടാണ് തീവ്രവാദി ആക്രമണം തുടങ്ങുന്നത്. അത് 50ഓളം ആളുകളുള്ളതിൽ ഏതാണ്ട് 30ഓളം ആളുകളെ ഇതുവരെ ഇന്ത്യൻ ആർമി എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ കാട്ടിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. മാത്രമല്ല M4 ഉൾപ്പെടെയുള്ള ഏറ്റവും ആധുനികമായ തോക്കുകളാണ് ഇവർക്ക് കൊടുക്കുന്നത്. അതായത് 4 കിലോമീറ്റർ വരെയൊക്കെയാണ് ഈ M4 റൈഫിളിൻ്റെ റേഞ്ച്. അത് എവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കുമ്പോഴത്തേക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ പട്ടാളം പോകുമ്പോൾ അവിടെ ഉപേക്ഷിക്കപ്പെട്ട തോക്കുകളുണ്ട്. ഈ തോക്കുകൾ കള്ളക്കടത്തായി പാകിസ്ഥാനിലെത്തിയതും പാകിസ്ഥാൻ സൈന്യം ഉപയോഗിക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പക്കൽ കുറേയുണ്ട്. അതുൾപ്പെടെ അത് നൈറ്റ് വിഷൻ ക്യാമറാസ്, ബൈനോക്കുലേഴ്സ്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്, ഇതൊക്കെ ആയിട്ടാണ് ഈ ടെററിസ്റ്റുകൾ ഇത്രയും എക്യുപ്ഡായിട്ട് തീവ്രവാദികൾ ഇന്ത്യയിൽ വരുന്ന ആദ്യമാണ്. അവരുടെ പക്കലുള്ള ഈ M4 റൈഫിൾ ഉപയോഗിച്ച് ഒരു മിനിറ്റിൽ ഏതാണ്ട് 3000-4000 ബുള്ളറ്റുകളൊക്കെ പോകുമെന്ന് പറയുന്നത്. അത്ര അത്യാധുനികമാണ്. അതായത് കവചിത വാഹനങ്ങളല്ലാത്ത വാഹനങ്ങൾ, അതായത് ബുള്ളറ്റ് പ്രൂഫ് അല്ലാത്ത ഏത് വാഹനത്തിലും തുളച്ചു കയറാൻ പറ്റും. 4 കിലോമീറ്റർ റേഞ്ചിലൊക്കെ ഇരുന്ന് വെടിവെക്കാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും സൈന്യത്തിന്? അങ്ങനെയാണ്. പിന്നെ ഇവ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഈ ഇന്ത്യൻ സൈന്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്പറുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇവരെവിടെ വെടിവെച്ചാലും നമ്മുടെ ഒരു സൈനികരെ കൊള്ളാം, അല്ലെങ്കിൽ നാട്ടുകാർക്ക് നേരെ വെടിവെച്ചാലും കൊള്ളാം. അവർക്ക് വെടിവെക്കാനുള്ള ടാർഗറ്റ് എല്ലായിടത്തും ഉണ്ട് തീവ്രവാദികൾക്ക്. തീവ്രവാദി കാട്ടിലിരിക്കുക. ഇവന്മാർ 10-20 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരെ പകുതിയോളം പേരെ ഇന്ത്യൻ ആർമി കൊന്നു കഴിഞ്ഞു. ബാക്കിയുള്ള 10-20 പേര് കാട്ടിലെവിടെയൊക്കെ ഉണ്ട്. ഇവരെ കണ്ടുപിടിക്കാൻ പാടാ. ഇവരെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് എയിം ചെയ്ത് വെടിവെക്കാൻ പറ്റുന്നില്ല. ഇവരെവിടാന്നറിയില്ല. അപ്പോൾ അതിൻ്റെ പരിമിതിയുണ്ട്. എങ്കിൽ പോലും സാനിറ്റൈസിങ് പ്രോസസ്സ്, അതായത് ഉന്മൂലനം ചെയ്യുന്ന പരിപാടി ഇന്ത്യൻ ആർമി തുറന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ കാശ്മീരിലെ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടും കഴിഞ്ഞ 10 വർഷമായിട്ട് നിന്ന കല്ലേറ് പുനരാരംഭിച്ചിട്ടില്ല. ഓർക്കുന്നില്ലേ? സ്കൂൾ വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികൾ, പെൺകുട്ടികളെല്ലാം പട്ടാളത്തിന് നേരെ കല്ലെറിയും നമുക്ക് കാണാം. അതെല്ലാം തീർന്നു. നോട്ട് നിരോധനം വന്നതോടുകൂടി ഇവർക്ക് പ്രതിഫലം കൊടുക്കാൻ കാശില്ലാണ്ടായി. അതിൻ്റെ കഥ കഴിഞ്ഞു. ഇപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഈ കാശ്മീരിൽ മേഖലയിൽ നിന്ന് ജമ്മുവിലേക്കാണ് ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. കാരണം ഹിന്ദുക്കൾ കൂടുതലുള്ള സ്ഥലം ജമ്മുവാണ്. അവിടെ താരതമ്യേന പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാശ്മീർ മുഴുവൻ മിലിറ്ററി വളഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ജമ്മുവിലേക്ക് മാറി. ജമ്മുവിൽ അപ്രതീക്ഷിതമായി ഹിന്ദു ഭൂരിപക്ഷ മേഖലയാണ് ജമ്മു. അവിടെ ആക്രമണം നടത്തി അവിടെയുള്ള ആളുകളെ ഭയചകിതരാക്കുക, അവിടെ അസമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് തീവ്രവാദികളുടെ പുതിയ ലക്ഷ്യം. ഇവരിടയ്ക്കിടയ്ക്ക് വരും, കാണുന്നവരെ വെടിവെച്ചു കൊല്ലും. ഒരുപാട് ഹിന്ദു പണ്ഡിറ്റുകളെ അടക്കുന്നു. അവർ പ്രാദേശികമായി വലിയ പ്രക്ഷോഭമൊക്കെ ഉണ്ടായി. സർക്കാരാവട്ടെ ജമ്മുവിൽ നിന്ന് കഴിഞ്ഞ കോൺഗ്രസിൻ്റെയും നാഷണൽ കോൺഫറൻസിൻ്റെയും PDPയുടെയൊക്കെ ഭരണകാലത്ത് അവിടെ നിന്ന് പലായനം ചെയ്ത പണ്ഡിറ്റുകളെ തിരിച്ചു കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കുകയാണ് ഇപ്പോൾ ജമ്മുവിൽ. അവർക്ക് ഡൽഹിയിലൊക്കെ അഭയാർത്ഥികളായിട്ട് കഴിയുകയായിരുന്നു. ഇവരുടെ വീടൊക്കെ ഒഴിഞ്ഞുപോയി. തീവ്രവാദികളും അവിടുത്തെ മുസ്ലിം ജനവിഭാഗങ്ങളും കയറി താമസിക്കുകയായിരുന്നു. പക്ഷേ ജമ്മുവിൽ ഉണ്ടായിരുന്ന തദ്ദേശീയരായ ഹിന്ദു പണ്ഡിറ്റുകളെ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ പുനരധിവസിപ്പിക്കുന്ന പരിപാടി കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ജമ്മുവിൽ ഇപ്പോൾ അറ്റാക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ സൈന്യത്തിന് പരിമിതിയുണ്ട്. സൈന്യം എല്ലാം കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ മനുഷ്യരെയും കാവലിരിക്കാൻ പട്ടാളത്തിന് പറ്റത്തില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അതാണിപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിച്ചിട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഒരു പ്രത്യേക പദ്ധതി ഇപ്പോൾ നടപ്പാക്കുകയാണ് കാശ്മീരിൽ. ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് ഇപ്പോൾ നിലവിൽ വന്നു കഴിഞ്ഞു. വില്ലേജ് ഡിഫൻസ് ഗാർഡുകളെ ഉണ്ടാക്കുകയാണ്. നമ്മുടെ ഹോം ഗാർഡൊക്കെ പറയുന്ന പോലെയാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇവരെ കൂടുതലും റിട്ടയേർഡ് ആർമി ഉദ്യോഗസ്ഥർ, സൈന്യത്തിൽ നിന്ന് വിരമിച്ച പോലീസുകാർ, ഇവരാണ് മജോറിറ്റി. ഇവരെ ഉൾപ്പെടുത്തി ഒരു പ്രത്യേക സേനാ വിഭാഗം ഉണ്ടാക്കുകയാണ്. ഒരു ഗ്രാമത്തിൻ്റെ കാവൽ
ആരാണ്? വില്ലേജ് ഡിഫൻസ് VDG ആണ്. അവർക്ക് തോക്കുകൾ കൊടുക്കുകയാണ്. വെറും തോക്കൊന്നുമല്ല കൊടുക്കുന്നത്, സെൽഫ് ലോഡിങ് ഓട്ടോമാറ്റിക് റൈഫിൾസാണ് കൊടുക്കുന്നത്. അതിന് 400 മീറ്റർ റേഞ്ചുണ്ട്. അതായത് 400 മീറ്റർ അപ്പുറം നിൽക്കുന്നവരെ വരെ അടിച്ചെടുക്കാം. അത്തരം തോക്കുകൾ കൊടുക്കുകയാണ്. ഈ കൊടുക്കുന്ന പോലീസിലെയും വിമുക്ത ഭടന്മാർക്കും പിന്നെ സെലക്ട് ചെയ്യുന്ന വിശ്വസ്തരായ, അങ്ങനെ തോക്കൊക്കെ ആർക്കെങ്കിലും കൊടുത്തു പറ്റില്ലല്ലോ, അങ്ങനെ ഏറ്റവും ലോയലായിട്ടുള്ള ഇന്ത്യയോട് കൂറുള്ള യുവാക്കളെയൊക്കെ സെലക്ട് ചെയ്ത് വില്ലേജ് ഡിഫൻസ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിൻ്റെ ആദ്യ ബാച്ച് ട്രെയിനിങ് കഴിഞ്ഞിറങ്ങി. അവർക്ക് ആയുധ പരിശീലനം 3 മുതൽ 6 ദിവസം വരത്തെ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. കാരണം പോലീസുകാരും പട്ടാളക്കാരും ഒക്കെ ആണല്ലോ ഉള്ളത്. അവർക്ക് ഡ്രില്ല് കൊടുക്കുന്നു, എല്ലാം വന്ന് ഇവരെ ആയുധ സജ്ജരായി ഓരോ ഗ്രാമങ്ങളൊന്ന് ഏൽപ്പിക്കുകയാണ്. ഇപ്പോൾ രജൗരി മേഖലയിൽ 500 പേർക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഡോഡ അടക്കമുള്ള ഭീകരാക്രമണം നടന്ന സ്ഥലം, അവിടെ 600 പേർക്ക് പരിശീലനം കഴിഞ്ഞു. ഇന്നലെ ഒരു 90 പേരൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ 500ഉം 600ഉം എത്രയായി? 1100 പ്ലസ് 90, ഏതാണ്ട് 1200ഓളം ആളുകൾക്ക് ആയുധം കൊടുത്ത് ഗ്രാമവാസികൾക്ക് ആയുധമണിയിക്കുകയാണ് പട്ടാളവും പോലീസും. ഇത് അമിത്ഷായുടെ ഒരു പ്രത്യേക നീക്കമാണ്. കാരണം അതിനകത്ത് തന്ത്രപ്രധാനപരമായ ഒരു നീക്കമാണ്. കാരണം മിലിറ്ററിക്ക് അറിയില്ല ഇപ്പോൾ ഒരു വില്ലേജിൽ വരിക, ആ വില്ലേജിലെ തദ്ദേശവാസികൾ ആരാണ്, പുറത്തുനിന്ന് വന്ന ആരാണെന്ന് പട്ടാളത്തിന് അറിയത്തില്ല, പോലീസിന് പോലും അറിയാൻ പറ്റില്ല. പോലീസിനറിയാം ഓരോ പ്രദേശത്ത് വന്നാലും ആ വാർഡിൽ താമസിക്കുന്നവർ അവിടെ ഉള്ളവരാണോ പുറത്തുനിന്ന് വന്നവരാണെന്ന് ലോക്കൽ പോലീസ്. നമ്മുടെ നാട്ടിലെ ഒരു പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഒരു പ്രദേശത്ത് പോയ ഒരാളെ കണ്ടാൽ അയാൾ അവിടെ താമസിക്കുന്നതാണോ അല്ലെങ്കിൽ കണ്ടാലൊന്നും പോലീസുകാർക്ക് പോലും അറിയാൻ പറ്റില്ല. പക്ഷേ ആ ഗ്രാമത്തിലുള്ളവരാണെങ്കിലോ അവർക്കറിയാം നമ്മുടെ ഗ്രാമത്തിലേക്ക് പുറത്തുനിന്ന് വന്നിരിക്കുന്നു, ഇവൻ ആരാണ്, എന്തിനാണ്, ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല, നീ ആരാ എന്താണെന്ന് ചോദിക്കാനും ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പ്രത്യേകിച്ചും ഹിന്ദു ഭൂരിപക്ഷ മേഖലയാണ്. അവിടേക്ക് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ഇതര സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിൽ പെട്ടെന്ന് ഇവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് വളരെ വിജിലൻ്റാണ്, വളരെ ഫലപ്രദമാണ്. പോലീസിനും പട്ടാളത്തിനും ഒരാളെ പിടിച്ചു നീ ആരാന്ന് വെച്ചാൽ ഞാൻ ഇവിടെ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല, ഗ്രാമവാസികൾക്ക് തന്നെ അറിയാം ആരാണ് ഇവൻ പുറത്തുനിന്നുള്ളതാണോ ഇല്ലയെന്ന്. അപ്പം ക്രമസമാധാന പാലനത്തിൽ ജനങ്ങളെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തിട്ടുള്ള ഒരു നടപടിയാണിത്. ഇപ്പോൾ പോലീസിൻ്റെ ഒരു ആക്ഷൻ നടക്കുക. അപ്പോൾ ഒരു വില്ലേജിൽ തീവ്രവാദികൾ വന്നു, പോലീസ് വെടിവെക്കുന്നു. ചിലപ്പോൾ എന്ത് പറ്റുന്നറിയോ, ആ തീവ്രവാദി മാത്രം ആ ഗ്രാമത്തിലുള്ളവൻ കൂടെ കൊല്ലപ്പെട്ടേക്കാം. അപ്പോൾ അതോടെ ആ ഗ്രാമവാസികൾ പോലീസിനല്ലേ പട്ടാളത്തിനെതിരാവും. ഇത് വരുമ്പോഴത്തേക്ക് അങ്ങനെയല്ല. വില്ലേജ് ഡിഫൻസ് ഗാർഡുകളാണെങ്കിൽ അവർക്കറിയാം നമ്മുടെ ആളേതാ, പുറത്തുനിന്ന് വന്നവനെ ഏതാണെന്നറിയാം. അങ്ങനെ ഈ ലോ ആൻഡ് ഓർഡറിൽ ജനങ്ങളെ കൂടെ പങ്കാളികളാക്കുക വഴി ജനങ്ങളുടെ വിശ്വാസം നേടാനുള്ള ശ്രമമാണ്. അപ്പോൾ തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ഏത് നാട്ടിലാണെങ്കിലും പോലീസും പട്ടാളവും മാത്രം വിചാരിച്ചാൽ തീരില്ല. അതിന് പ്രാദേശികമായ പിന്തുണ വേണം, സപ്പോർട്ട് വേണം. ഇപ്പോൾ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീവ്രവാദിയെ സംബന്ധിച്ച് ഒരു പ്രശ്നമുണ്ട്. തീവ്രവാദികളെ ആൾക്ക് പേടിയാണ്. തീവ്രവാദികളെ കുറിച്ച് വിവരം കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഇവരെ വന്ന് കൊല്ലും. ജനങ്ങൾക്ക് പ്രതിരോധിക്കാനൊന്നുമില്ല. പോലീസിനെയും പട്ടാളത്തിനെയൊക്കെ വിളിച്ചു വരുത്തുമ്പോഴത്തേക്ക് ഇവർ വന്ന് നമ്മുടെ പണി തീർത്തിട്ട് പോകും. പക്ഷേ അങ്ങനെ കൊടുക്കുന്ന ആളുകൾക്ക് ഒരു സെൽഫ് കോൺഫിഡൻസും കൂടിയാണ്. എൻ്റെ കയ്യിലായതുകൊണ്ട് നിൻ്റെ കയ്യിലുള്ളതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ആയുധം എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ആയുധം കയ്യിലുണ്ടാകുമ്പോൾ കിട്ടുന്നൊരു ബലം അല്ലെങ്കിൽ എക്സ്ട്രാ ധൈര്യമാണ്. അപ്പോൾ ഒരു ഗ്രാമത്തിൽ തീവ്രവാദികളുടെ ആക്രമണം ഉണ്ടായാൽ, അവരുടെ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ആളുകൾക്ക് അധികാരികളെ അറിയിക്കാനുള്ള ആത്മധൈര്യം കൂടുകയും ചെയ്യും. ഇപ്പോൾ ജമ്മുവിലൊക്കെ എന്താ സംഭവിക്കുന്നത്, ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ചില വീഡിയോ സിനിമയും കണ്ടു കാണും. തീവ്രവാദികളെ തപ്പി പോവുകയാണ്, എല്ലാ വീടുകളും സെർച്ച് ചെയ്യുകയാണ്. ഈ ഹിന്ദുക്കളായിട്ടുള്ള ജമ്മുവിലെ ഹിന്ദുക്കളായ പണ്ഡിറ്റുകളെ കൊല്ലുന്ന ആളുകൾക്ക് അവിടെ അവശേഷിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് മുസ്ലിം വീടുകളുണ്ട്. ഈ വീടുകളിൽ അഭയം കൊടുക്കുകയാണ്. ഒരു വീട് വന്ന് അലമാര തുറക്കുമ്പോൾ അലമാരയ്ക്കകത്തൂടെ അടിയിലേക്ക് പോകാൻ വഴിയാണ്. അവിടെ ഇരിക്കുകയാണ് ഈ കൊല നടത്തിയ ഭീകരൻ. അപ്പോൾ അങ്ങനെ ലോക്കലി സംരക്ഷിക്കുന്നവരുണ്ട്. കാരണം ഇവരെ ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം, അവിടേക്ക് ഒരു ഇസ്ലാമിക തീവ്രവാദി ഓടിക്കയറിയാൽ ഒരു സെൻറ്റിമെൻറ്റ്സ് നമ്മുടെ ആളെന്നുള്ള ബോധം കൊണ്ട്, ഇന്ത്യക്കാരനാണ് എന്ന ബോധം ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ അറിയിക്കും. പക്ഷേ പ്രാണഭയം, പക്ഷേ മതപരമായ താല്പര്യം, ഇത് രണ്ടും വെച്ചിട്ട് തീവ്രവാദികളെ സംരക്ഷിക്കുന്ന നിലപാട് കാശ്മീർവാസികൾ പലർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ തീവ്രവാദികളെ ഈ ഉന്മൂലനം ചെയ്യുന്ന പ്രവർത്തനം അത്ര എളുപ്പത്തിൽ നടക്കാത്തത്. കാരണം ആളുകൾ പറയത്തില്ല, പേടികൊണ്ടും പറയത്തില്ല, നമ്മുടെ ആളുകളാണ് എന്നതുകൊണ്ട് പറയും, സെൻറ്റിമെൻറ്റ്സ് കൊണ്ട്. അതും മാറ്റിയിട്ട് പ്രാദേശികമായി ഒരു വില്ലേജ്, ആ വില്ലേജിൽ ഹിന്ദുക്കളും ഉണ്ട്, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ട്. അക്കൂട്ടത്തിൽ വിജിലൻസ് ഗാർഡുകൾ
വില്ലേജ് ഡിഫൻസ് ഗാർഡുകൾ അവിടെ ഉണ്ട്. അവർക്ക് ഈ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ കഴിഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടാകും. അപ്പോൾ ഈ തീവ്രവാദത്തിനെതിരായുള്ള പോരാട്ടത്തിൽ നമ്മൾ ജനകീയാസൂത്രണം എന്നൊക്കെ പറയുന്ന പോലെ ജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ കൗണ്ടർ ആക്ഷൻ പ്ലാൻ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ജമ്മുവിൽ നടപ്പാക്കുക. ഇത്രയും കാലത്തിലേക്ക് ജമ്മുവിൽ ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ പുതിയൊരു സംരംഭത്തിന് വലിയ പുതിയ ഇപ്പോൾ സ്വീകാര്യതയാണ്. അത് എങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ള വരും ദിവസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് അതിൻ്റെ ആദ്യത്തെ ബാച്ച് പുറത്തിറങ്ങിയതിൻ്റെ ഫോട്ടോയൊക്കെ ചില ഇംഗ്ലീഷ് പത്രങ്ങളിൽ വന്നിട്ട് മലയാള പത്രങ്ങളിൽ പതിവ് പോലെ നമ്മൾ എല്ലാ ദിവസവും എല്ലാ ടോക്കിനും പറയേണ്ടി വരുന്നു അല്ലേ, എല്ലാ ഷോയ്ക്കും പറയേണ്ടി വരും. ഇങ്ങനെ വാർത്തയുണ്ട്, നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. ഇംഗ്ലീഷ് പത്രങ്ങളിൽ നോർത്തിലുള്ള ചില പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ടൈംസ് ഓഫ് ഇന്ത്യയിലാണോ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണോ ഒരു വാർത്ത കണ്ടിരുന്നു. ഏതായാലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പ് ജനങ്ങളുടെ ഉത്സവമാണ്. തിരഞ്ഞെടുപ്പ് ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്, താഴെത്തട്ടിലുള്ള ആളുകളാണ്. അവർക്ക് സംരക്ഷണം കൊടുക്കാൻ ഇനി അവരുടെ കൂടെ നിന്ന് തോക്കേന്തിയ വില്ലേജ് ഡിഫൻസ് ഗാർഡ് കാശ്മീരിൽ വരികയാണ്. ഇതൊരു പക്ഷേ ഒരു നല്ല പരീക്ഷണം ആയിരിക്കാം. ഇത് വിജയിച്ചാൽ ഇത്തരത്തിലുള്ള മാവോയിസ്റ്റുകളുടെ ആക്രമണമുള്ള സ്ഥലം പ്രതീക്ഷ. കാരണം ഓരോ ഗ്രാമത്തെ ഇവർക്ക് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ഭീകരവാദികൾക്ക് നുഴഞ്ഞേറാൻ പറ്റില്ല. അത് മാത്രമല്ല അവരുടെ ആവശ്യമാണ്. കാരണം ഈ ജമ്മുവിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവരാണ് ഇതിൽ. ജമ്മു ഇത്രയും കാലം സ്വാതന്ത്ര്യം കിട്ടി ഒരു 7 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും സ്വന്തം നാട്ടിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അഭയാർത്ഥികളായി വീടും നാടും മണ്ണും ഉപേക്ഷിച്ച് പോവേണ്ടി വന്ന പണ്ഡിറ്റുകൾക്ക് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അവസരം മോദി സർക്കാർ കൊടുത്തു. 307 എടുത്ത് തൊട്ടിക്കളഞ്ഞു. അങ്ങനെ അവർക്ക് ജീവിക്കാൻ അവസരം കൊടുത്തപ്പോൾ നിന്നെ ഒന്നും പൊറിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു വരുന്ന ഭീകരവാദികളോട് പൊരുതാൻ അവർക്കും കൂടി ബാധ്യതയുണ്ട്. ആ ബാധ്യത അവർ അംഗീകരിക്കുന്നു. ആ ബാധ്യത അവർ അംഗീകരിച്ചുകൊണ്ട് അവരുടെ കയ്യിലേക്ക് പൊരുതാനായിട്ട് ഓരോ മെഷീൻ കണ്ടെടുത്ത് ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുകയാണ്. അമിത്ഷാ ആളുകളെ ആയുധമണിയിക്കുകയാണ്. ഭീകരരെ ഇനി നാട്ടുകാർ കൈകാര്യം ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.